ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു വെഡ്ഡിങ്ങിന് പോവുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങളുടെ CEO ആണ്. മോൻ്റെ വെഡ്ഡിങ് ആണ് ഇന്ന്. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡേ വരുന്നതാണ് ബ്രൈഡ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഗ്രൂമിൻ്റെ എൻട്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. സ്റ്റേജിലേക്ക് അവരുടേതായ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പൂജ കാര്യങ്ങൾ, മാലയിടൽ, താലികെട്ടിലൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കണ്ടോളൂ. താലികെട്ടിലും മാലയിടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഓഡിറ്റോറിയമൊക്കെ വമ്പൻ അടിപൊളി ഓഡിറ്റോറിയം, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ആംബിയൻസ്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗ്സ്. ഞങ്ങൾ വീഡിയോ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ വന്നിട്ട് അങ്ങനെ ബ്ലോക്കായിപ്പോയി. ഇതാണ് എൻ്റെ ഗ്യാങ്. അത് ഞങ്ങളുടെ വിൻചേട്ടൻ. വിൻചേട്ടാ ഒരു ഹായ് പറയും. ഹായ്. ഇതെൻ്റെ ക്യൂട്ട് അഭിരാമി. വണ്ടിയായിട്ട് പോയല്ലേ. ഇത് സിദ്ധാർത്ഥ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരു സെക്കൻഡ് റൗണ്ടൊക്കെ ആയിരുന്നു. അപ്പോഴേക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയി. സദ്യ ഒന്നും പറയാനില്ല, അടിപൊളി സദ്യയായിരുന്നു. സദ്യനെക്കുറിച്ച് എന്താ പറയുക, ഒരുപാട് ടൈപ്പ് ഓഫ് കറി ഉണ്ടായിരുന്നു, അച്ചാറ്, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. ഒന്നിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. 3 ടൈപ്പ് ഓഫ് പായസം ഉണ്ടായിരുന്നു. അടപ്പായസം ഉണ്ടായിരുന്നു, പിന്നെ പഴം പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അടപ്പായസമായിരുന്നു. മറ്റേ രണ്ടും കുറച്ച് മധുരം കൂടുതലായിരുന്നു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ സാറിൻ്റെ പുറത്തുനിന്ന് വന്ന ഫ്രണ്ട്സാണ്. അവർക്ക് ഫുഡ് കഴിക്കുന്നത് കൈകൊണ്ട് കഴിച്ചവർക്ക് ശീലമില്ല, പക്ഷെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവസാനം അവർക്ക് സ്പൂണൊക്കെ കൊടുത്ത് അവർ സ്പൂണിലൊക്കെ കഴിച്ചു. ഞാനാണെങ്കിൽ ആസ്വദിച്ച് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം ഉണ്ടായിരുന്നു, പായസം കൂട്ടി പപ്പടമൊക്കെ വെച്ചിട്ട് നല്ല ആസ്വദിച്ച് സദ്യ കഴിച്ചു. അങ്ങനെ മൃഷ്ടാന ഭോജനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഞങ്ങൾ സ്റ്റേജിലോട്ട് പോയി. കണ്ടിട്ടില്ല, ഞാൻ അയച്ചല്ലേ. ഞാൻ സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ടിരുന്നല്ലോ. ഞാൻ അയച്ചേരാ. കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ മാത്രമേ ഇനി പോവുള്ളൂ, എല്ലാവരും പോയി. ഞങ്ങളുടെ വിളിച്ചേട്ടാ എന്തായാലും വീഡിയോയിലിടും, അതെന്തായാലും ഞാൻ വ്ളോഗിലിടും. ദിനു എനിക്കറിയില്ല, വിനുന്നേ വരുന്നുള്ളൂ, ദിനുന്ന് വരുന്നു. ദിനു എന്നാ ശരിക്കത്തെ പേര്? വെറും ദിനു എന്ന് മാത്രം? ദിനേശ് അങ്ങനൊന്നുമില്ല, വെറും ആൻഡോ. ദിനു ആൻഡോ. ഇത് ഞങ്ങളുടെ ദിനു ആൻഡോ ചേച്ചി. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ചെക്കനും പെണ്ണും പോകാനുള്ളൂ, ഞങ്ങളും പോകാനുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പോയി. ക്ഷീണിച്ചു. പായസം കഴിച്ചു. എന്തൊക്കെ പായസം ഉണ്ടായിരുന്നു? കറുത്ത പായസം, വെള്ള പായസം, വേറൊരു പായസം ഉണ്ടായിരുന്നേ. പരിപ്പ് പായസം, പാലട പായസം, പഴം പായസം.
പായസമാണോ അത്? കറുത്ത കളറില്. ഇത് ഭയങ്കര മധുരമായിരുന്നു. ഞാനും ട്രൈ ചെയ്തു. ഒന്നാമത് പാവാടൊക്കെ ടൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് കേറുന്നില്ല. എന്ത് പായസം ഇത് വെറും കുപ്പിയാണല്ലോ. എല്ലാത്തില്ലേ നെയിൽ കട്ടറോ എന്തിനാ? അത് പൊട്ടിക്കാനായിരിക്കും. കൊള്ളാവോ? ഈ വ്ളോഗ് ഞാൻ ഇടുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. നോക്കാം, ഇടാം. കുറച്ച് കഴിഞ്ഞ് നമ്മളിഞ്ഞ് പോവും. നമ്മളിഞ്ഞ് നേരെ വീട്ടിൽ പോവും. അവരവരുടെ വീട്ടിൽ പോവും, ഞാൻ എൻ്റെ വീട്ടിൽ പോവും. എന്നിട്ട് പോയിട്ട് അങ്ങ് ഉറങ്ങും. ഹൈക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അതറിയോ? ഇതെല്ലാം കൂടി അങ്ങനെയല്ല. എന്തല്ല, നിങ്ങൾക്ക് ഷർട്ടും പാൻറ്റും ഊരിയിട്ടാ പോരെ? അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന എല്ലാവർക്കും ഗ്രോ ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ പ്ലാന്റ്, അവരുടെ പേരും നോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ കൊടുത്തിട്ട്. എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നെ എൻ്റെ ഷോ ആണ്. എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. നിങ്ങൾ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാരി ആയിരുന്നു കേട്ടോ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു. എനിക്കിനെ ഇഷ്ടപ്പെട്ടു എന്നെ കണ്ടിട്ട്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഊബർ എടുത്തിട്ട് അവരെന്നെ പകുതി വരെ കൊണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബസ് കയറിയിട്ട് വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് പോവാം. ഇവിടെ എത്താറായി. ബസ്സിനെ വന്നേ, അവരെല്ലാവരും പോയി. എന്നപ്പോൾ ഗ്രോ ബാഗ് ഒക്കെ കിട്ടി. അവിടുന്ന് പോകുന്ന എല്ലാ ഗസ്റ്റിനും പ്ലാന്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീടെത്തി. കല്യാണം വമ്പൻ പരിപാടിയായിരുന്നു. അടിപൊളിയായിരുന്നു കല്യാണം. സദ്യയൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ഫുള്ളായി. എല്ലാവരും ഇതങ്ങനെ എൻജോയ് ചെയ്തു. പരിപാടി എന്തായാലും അടിപൊളിയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി പോയിട്ടൊന്ന് ഉറങ്ങണം. ഇതൊക്കെ ഒന്ന് അഴിച്ചിട്ടാൽ തന്നെ പകുതി സമാധാനം കിട്ടും. ഭയങ്കര വേദന, പാടൊക്കെ കെട്ടിയിട്ട് വയറൊക്കെ അങ്ങ് വേദന ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചിടാം, എന്നിട്ട് പോയിട്ടൊന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.